പ്ലാച്ചിമടയിൽ കൊക്കക്കോളയുടെ ഭൂമി സർക്കാർ ഏറ്റെടുത്ത നടപടിക്കെതിരെ പ്രതിഷേധവുമായി കോള വിരുദ്ധ സമരസമിതി രംഗത്ത്. പ്ലാച്ചിമട ഇരകളെ സർക്കാർ വഞ്ചിച്ചുവെന്ന് പ്ലാച്ചിമട കോള വിരുദ്ധ സമരസമിതി. വനവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെയുള്ള നീതി നിഷേധമാണ് സർക്കാരിന്റേതെന്നും ആക്ഷേപം. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പ്ലാച്ചിമടയിലെ കൊക്കക്കോളയുടെ ഭൂമി കൈമാറ്റം കഴിഞ്ഞ ദിവസമാണ് നടന്നത്. സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോൾ പ്ലാച്ചിമട സമരസമിതി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുകയാണ്. ഈ ഭൂമി കൈമാറ്റം പൂർത്തിയായിരിക്കുകയാണ്. എന്താണ് കൊക്കക്കോള ഈ ഒരു ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഭൂമി ഏൽപ്പിച്ച് മടങ്ങുന്നു. നമ്മൾ നഷ്ടപരിഹാരവും മറ്റുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് വലിയ സമരങ്ങളും പോരാട്ടങ്ങളൊക്കെ നടത്തിയതാണ്. നഷ്ടപരിഹാരം ജനങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ ഇതേ സർക്കാർ ഉണ്ടാക്കിയ LDF സർക്കാർ ഉണ്ടാക്കിയ നഷ്ടപരിഹാരം പ്ലാച്ചിമടയിലെ അടിസ്ഥാന വർഗത്തിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള വലിയൊരു അടവ് നയമാണ്. സഖാക്കന്മാർ പഠിപ്പിച്ച അതേ അടവ് നയമാണ്. കൊക്കക്കോളയെ അടവ് നയം സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ ഇരകളെ വഞ്ചിക്കേണ്ട വഞ്ചനയാണ് നടത്തിയിരിക്കുന്നത്. ഈ സ്ഥലം സൗജന്യമായി കൊടുത്തുകൊണ്ട് ഒളിച്ചോട്ടം നടത്തുകയാണ്. ആ ഒളിച്ചോട്ടം നടത്തുന്ന കള്ളനായ ക്രിമിനൽ കോളയെ സംരക്ഷിക്കുകയാണ്. ഈ രാജ്യത്തിലെ അടിസ്ഥാന വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുമെന്ന് പ്രകടന പത്രികയിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള നഷ്ടപരിഹാരം നടപ്പാക്കുമെന്ന് പറഞ്ഞില്ലേ ഇടതുപക്ഷ സർക്കാർ, പ്രത്യേകിച്ച് പ്ലാച്ചിമട ജനതയെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. നീതി നിഷേധിച്ചുകൂടെ കോളയുടെ കങ്കാണിയും അടിമകളുമായി മാറിയിരിക്കുന്നതിൻ്റെ തെളിവാണ് ഈ സൗജന്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടി എന്നാണ് പറയാനുള്ളത്. മൈലമ്മയുടെ ഒരുപാട് സമര പോരാട്ടമൊക്കെ നടത്തിയിട്ടുള്ള മൈലമ്മയുടെ മകൻ കൂടെ ചേരുകയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു നടപടി സർക്കാരിന്? ഈ ഒരു നടപടി ചെയ്തത് ആളുകളെ വഞ്ചിച്ചതാണ്. ഇതിന് പരിഹാരമായിട്ട് കെ കൃഷ്ണൻകുട്ടിൻ്റെ വീട്ടിൽപ്പടിയിൽ ഇനി സമരം ഇരിക്കാൻ പോവുകയാണ്. അതാണ് ഞങ്ങളുടെ തീരുമാനം. നമ്മുടെ ഒരു ആവശ്യം എന്താണ്? അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ളൊരു ആവശ്യമാണ്? ട്രിബ്യൂണൽ ബില്ല് നടപ്പാക്കണം. 22 വർഷമായിട്ട് പ്ലാച്ചിമടയിലെ ജനത സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആവശ്യം ആ മണ്ണിനെയും അവിടെയുള്ള കുടിവെള്ളത്തെയും കൃഷിയെയും തകർത്ത കോർപ്പറേറ്റ് കമ്പനി കൊക്കക്കോളയിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങിച്ചു തരണമെന്ന ഒരു സർക്കാരിനോട് ആവശ്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ LDF സർക്കാർ ഐക്യകണ്ഠേന ട്രിബ്യൂണൽ ബില്ല് നിയമസഭയിൽ വെച്ച് പാസ്സാക്കുന്നത്. കേന്ദ്രത്തിലേക്ക് അയച്ചെങ്കിലും കേന്ദ്ര സർക്കാർ അത് തിരിച്ചയക്കാൻ 2 തവണ തിരിച്ചയച്ചു. ഈ പാവങ്ങൾ 22 വർഷമായി തങ്ങൾക്ക് അർഹിക്കുന്ന നഷ്ടപരിഹാരം ലഭിക്കുമെന്ന ആഗ്രഹത്തോടെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. അവരെയാണ് കേരള സർക്കാർ വഞ്ചിച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, കൊക്കക്കോളയെ അവർ നഷ്ടപരിഹാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമമാണ് കേരള സർക്കാർ ചെയ്തത്. അതിന് വിടുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള സ്ഥലം MLA കൂടിയായ മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരള ജനതയോടുള്ള വാഗ്ദാന ലംഘനമാണ് ആ സമരസമിതി. എന്തൊരു പദ്ധതി വരുന്നൊക്കെയാണ് പറയുന്നത്. ആ പദ്ധതി ശുദ്ധ തട്ടിപ്പാണ്. അവിടെ ഒരു മാങ്ങ കമ്പനി ഉണ്ടാക്കുക, മാങ്ങാച്ചാറിൻ്റെ ഒരു കമ്പനി ഉണ്ടാക്കുക, കുടിവെള്ള കമ്പനി ഉണ്ട്. ഇതൊന്നുമല്ല പ്ലാച്ചിമടക്കാരുടെ ആവശ്യം. അവരുടെ ആവാസ വ്യവസ്ഥയെ തകർത്ത, പരിസ്ഥിതിയെ തകർത്ത, കൃഷിയെ തകർത്ത, ജീവിതത്തെ തകർത്ത കൊക്കക്കോളയിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കുക എന്നതാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്. അല്ലാണ്ട് സർക്കാർ പോയിട്ട് അവിടെ വേറൊരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കലല്ല. അത് ശുദ്ധ തട്ടിപ്പാണ്, വഞ്ചനയാണ്. അത് തന്നെയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടിയും മറ്റുമൊക്കെ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായാണ് പ്ലാച്ചിമട സമരസമിതി രംഗത്തെത്തിയിരിക്കുന്നത്. മന്ത്രിയുടെ വീട്ടിലുൾപ്പെടെ സമരം നടത്തും എന്നുള്ളതാണ് പ്ലാച്ചിമട സമരസമിതി വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.